ഹായ് എവരി വൺ, ശ്രീവദാൻ ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും സുഖവും സന്തോഷവും ആണെന്ന് കരുതുന്നു. ഈശ്വരൻ്റെ യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ റീഡിങ് എന്താണെന്ന്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ എന്നാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ എന്നാണ് നോക്കുന്നത്. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരു ടൈംലെസ്സുമാണ്. എല്ലാവർക്കും റെസിനേറ്റ് ആകുമോ എന്നറിയില്ല. എല്ലാവരുടെയും കുറച്ച് എനർജിയൊക്കെ ഇതിലുണ്ടാവും. ഇപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എന്താണ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ, അതാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ, 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 നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ. ഓവറോൾ എനർജി വന്നത് ഒരു 10 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇതൊരു മാരേജ്, ഒരു ഫാമിലി എന്നതൊക്കെയാണ് കാണിക്കുന്നത്. ഒരു ഹാപ്പി ഫാമിലിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് കിട്ടാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. കോളോ മെസ്സേജൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരു 7 ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അവരിപ്പോൾ കംഫർട്ടബിൾ അല്ല ഈ സിറ്റുവേഷനിൽ നിന്നാണ് കാണുന്നത്. അവർ നിൽക്കുന്ന വ്യക്തിയോടൊപ്പമല്ല അവർ കംഫർട്ടബിൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു ചാലഞ്ചിങ് ഏറ്റെടുക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ എല്ലാവരും എതിർത്ത ഒരു കാര്യമായിരിക്കാം. അവരിൽ തന്നെ ഒരു വിശ്വാസം വന്നിട്ട് അത് ഏറ്റെടുക്കുന്നതായി കാണുന്നുണ്ട്. അത്രയധികം കോൺഫിഡൻസ് ഉള്ളതായിട്ടും കാണുന്നുണ്ട്. അവരതിൽ വിജയിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഒരു 8 ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് പറയുന്നൊരു ഒരു കാത്തിരിപ്പാണ്. അവർ നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുമായിട്ടുള്ള ഒരു ഗ്രോത്താണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ വരാനുള്ള സാധ്യതകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടിയായിരിക്കാം. അപ്പോൾ അതിനുള്ളൊരു ചാൻസിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നതെന്നാണ് കാണുന്നത്. ഒരു ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അവർക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിർത്തി പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സ്നേഹമാണ് ഇപ്പം നിങ്ങളോടുള്ളത്. നിങ്ങളൊരു ജെന്യുവൻ പേഴ്സൺ ആണെന്ന് അവർക്ക് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. അവരിലേക്ക് തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ആറ്റിറ്റ്യൂഡെല്ലാം പഴയ ആ സ്വഭാവങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർ സ്വന്തം കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെയാണ് വേണ്ടാത്തത് എന്നൊക്കെ മനസ്സിലാക്കി ചെയ്യാനുള്ളൊരു കഴിവ് അവർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കാര്യത്തിൽ അവർ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി. എന്നെങ്കിലേ അവർ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് അവർ സ്വയം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 7 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇവർക്ക് ആദ്യം നിങ്ങളെ കൂടാതെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ആരെ ആരുടെ കൂടെ നിന്നാലാണ് നല്ലത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളൊരു ചിന്തയിലായിരുന്നു. എന്ത് വേണമെങ്കിലും കിട്ടുന്നുള്ളൊരവസ്ഥയിലായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ചോയ്സ് ഉള്ളതുകൊണ്ട് നിങ്ങളുമായിട്ടൊരു നോ കോൺടാക്റ്റിൽ നിന്നതും നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചതൊക്കെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും അഡീഷൻസിലൊക്കെ പെട്ടിട്ടുണ്ടാകും ഇയാൾ. അങ്ങനെയൊക്കെ നിങ്ങളെ വിട്ടു പോയതാകാൻ സാധ്യതയുണ്ട്. ഒരു 9 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പണത്തിൻ്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് തോന്നുന്നുണ്ട് അതൊന്നും വേണ്ടായിരുന്നു. പണം മോഹിച്ച് നടന്നുകൊണ്ട് അവർക്കിപ്പോൾ ഉള്ള സ്നേഹം മുഴുവൻ നഷ്ടപ്പെട്ടു. അവർക്ക് ആരുമില്ലാതെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊന്നും വേണ്ടായിരുന്നെന്നാണ് ഇപ്പോൾ തോന്നുന്നത്.
അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം ഒരു തരത്തിലും കുറഞ്ഞിട്ടില്ലെന്നാണ് കാണുന്നത്. നിങ്ങളെ ഓർമ്മകൾ അവർക്ക് വിട്ടു പോകുന്നില്ല, ഇപ്പോഴും നിങ്ങളെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഓർമ്മകളിൽ അവർ സന്തോഷം കണ്ടെത്തുന്നതായിട്ടും അങ്ങനെ ജീവിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഒരു 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ് ഇരിക്കുന്നതെന്നാണ് കാണുന്നത്. അപ്പോൾ കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടു പോയതായിട്ടാണ് കാണുന്നത്. അവർ നിങ്ങളുടെ അടുത്ത് ഓരോരോ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഒഴിവാക്കി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് വാല്യൂ തരുന്നില്ല എന്നുള്ളത് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അവരവരെ വീട്ടുകാരും കൂട്ടുകാരും പറയുന്നതൊക്കെ കേട്ട് അതിനനുസരിച്ച് നടക്കുന്ന ആൾക്കാരാണത്. അപ്പോൾ ഒരു റിയലായ സ്നേഹം ഉണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ വരൂല. പിന്നെ അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഇങ്ങനെ നിങ്ങളെ ഇങ്ങനെ നോ കോണ്ടാക്റ്റിലും പിന്നെ വന്നും പോയൊക്കെ കളിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളെ ലൈഫിലേക്ക് കരിയറിലേക്കൊക്കെ ശ്രദ്ധിക്കുക. എന്നെങ്കിലും നിങ്ങളോട് സ്നേഹം നിങ്ങൾ അവരിൽ നിന്നും പൂർണ്ണമായിട്ട് അവർക്ക് എനർജി കൊടുക്കാതിരിക്കുക. എന്നെങ്കിലും നിങ്ങളുടെ എനർജി അവരിൽ നിന്ന് പോയെങ്കിൽ അവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളടുത്തേക്ക് വരികയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ അവരെ ഇങ്ങനെ ആലോചിച്ചിരുന്നാൽ നിങ്ങളുടെ എനർജി അവരിലേക്ക് എത്തും. അന്നപ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർമ്മ വരില്ല, അവരുടെ സന്തോഷത്തിലേക്ക് പോകും. അപ്പം നിങ്ങൾ അവരെ ഓർക്കുന്നതും അവരെ ചിന്തിക്കുക അവരെ വിളിക്കുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് പോവുക, നിങ്ങളെ ലൈഫിലേക്ക് പോവുക. എന്നാൽ അവർക്ക് നിങ്ങളുടെ എനർജി കുറയുമ്പോൾ അവർ നിങ്ങളിലേക്ക് തിരിച്ച് വരും ചിലപ്പം. ഇപ്പോൾ റിയൽ സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ഇത്രയൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർ കുറച്ച് 2-3 ദിവസം കഴിഞ്ഞാൽ താനെ തിരിച്ച് വരും. അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് അവരിങ്ങനെ ഇട്ട് കളിപ്പിക്കുന്നത്. ഒരു 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയുടെ അതും ഇത് തന്നെയൊക്കെ പറയുന്നത്. അപ്പം ഇതിലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പ്രയോറിറ്റിയും തരാതെ മറ്റുള്ളവർക്ക് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ജോലിക്കാണെങ്കിലും കൂട്ടുകാർക്കാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും എല്ലാവർക്കും വില തന്നിട്ട് നിങ്ങൾക്കൊരു വിലയും തരാതെ ഇരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് നിങ്ങളെ കൂടെയുള്ള ഒരുമിച്ചുള്ളൊരു നല്ല കുടുംബജീവിതമായിരുന്നു നല്ലത്, ഒരു ഫാമിലി ആയിട്ടുള്ള ജീവിതമായിരുന്നു നല്ലതെന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെ എനർജി നിങ്ങൾ അവർക്ക് ഒരിക്കലും കൊടുക്കരുത്. കൊടുത്താൽ നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു നൈറ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് അവരുടെ അവസരങ്ങളെ നഷ്ടപ്പെടുത്തതായിട്ടാണ് കാണുന്നത്. അവരുടെ പല കാര്യങ്ങളും കണ്ടില്ലെന്ന് നടിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ നിങ്ങളുടെ പ്രൊഫഷനുമായിട്ട് ചിലപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്, പാഷനുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടാവും. ഈ വ്യക്തിക്ക് അധികം പ്രാധാന്യം കൊടുക്കാത്തതുപോലെ അയാൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ അവർക്ക് മനസ്സിലാകുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ഉണ്ടാകുന്നതായിരിക്കും. ഒരു ടെമ്പറൻസ് കാർഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവർ വിചാരിക്കുന്നുണ്ട് അവരുടെ ജീവിതം ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ചിന്തിച്ച് വരുന്നതേ ഉള്ളൂ അവർ. ഇത്ര നാൾ അങ്ങനത്തെ ചിന്തയൊന്നും അയാൾക്ക് ഇല്ലായിരുന്നു. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ഇൻഡ്യൂഷൻസൊക്കെ തോന്നുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് പിന്നെ എല്ലാം മനസ്സിലായി വരുന്നതേ ഉള്ളൂ ഇപ്പോൾ ഒക്കെ. ഒരു ഡെവിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പം ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി നിങ്ങൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു അട്രാക്ഷനാണ് അവരുടെ അടുത്തേക്ക് പോകാൻ കാരണം. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരുമായൊരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ ഉണ്ടായി കാണും. അപ്പോൾ എല്ലാ തരത്തിലും അവരുമായിട്ടൊരു എഡിഷൻ ഉണ്ടായി കാണും. അതാണ് അവരുടെ അടുത്തേക്ക് പോകാൻ കാരണം. ചിലപ്പോൾ ഒരു ബ്ലാക്ക് മാജിക് പോലെയുള്ള സംഭവങ്ങൾ നിങ്ങളെ പേഴ്സൺ അവരുടെ നിന്ന് കിട്ടിക്കാണും. അതുകൊണ്ടൊക്കെയാണ് അയാൾ ഇങ്ങനെ ആയിപ്പോയത്. ഒരു മൂൺ കാർഡ് വന്നിട്ടുണ്ട്. ചില ആളുകൾക്ക് അവരുടെ മാനസിക പ്രശ്നങ്ങളൊക്കെ റിമൂവായി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ആദ്യമൊക്കെ നിങ്ങളെപ്പറ്റി പിന്നെ കുറ്റമൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ടാവും. നിങ്ങൾ അറിയണമെന്ന് വിചാരിച്ചാൽ എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ നിങ്ങളിലേക്ക്
എത്തുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധാരണ മൂലം ഇങ്ങനെയൊക്കെ സംഭവിച്ചതാവാനും സാധ്യതയുണ്ട്. പരസ്പരം എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് കാണുന്നത്. അപ്പോൾ എല്ലാ ഡിസ്കസും ഒക്കെ ഒഴിവാക്കി സ്വന്തം കാര്യം നോക്കി നടന്നത് കൊണ്ടൊക്കെ കുറേ ഇങ്ങനെയൊക്കെ സംഭവിച്ച് പോയതാണെന്ന് കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും മറച്ചു പിടിച്ച് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്ന ഒരാളായിട്ടാണ് അയാളെ കാണുന്നത്. മനസ്സിലുള്ള കാര്യങ്ങളൊന്നും തുറന്നു പറയുന്നുമില്ല. എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെച്ച് എന്തൊക്കെയോ രഹസ്യങ്ങളായിട്ട് നടക്കുകയാണ് അയാൾ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ ഇല്ലയോ എന്നാണ് ഇപ്പോൾ നോക്കുന്നത്. ആക്ഷൻ എടുക്കുമോ ഇല്ലയോ എന്നും. അപ്പോൾ കുറേ നെഗറ്റീവ്സും ഉണ്ടെങ്കിൽ ഇപ്പം റീഡ് ചെയ്തതിൽ ആക്ഷൻ എടുക്കുമോ ഇല്ലയോ. കിങ് ഓഫ് വാൻസിൻ്റെ എനർജി വന്നത് ഒന്ന് 4 ഓഫ് പെൻറ്റിക്കിൾ. അപ്പം ഒന്ന് കിങ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നത്. അപ്പോൾ അവർ കുറച്ച് ഒരു ഈഗോ ഉള്ള വ്യക്തി ആയതുകൊണ്ട് നിങ്ങളടുത്ത് വരാൻ മടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അയാളുടെ അഭിമാനത്തിന് കോട്ടം തട്ടരുത്. അപ്പോൾ അയാൾക്ക് എപ്പോഴും ഒരു വലിയ ആളായിട്ട് നിങ്ങളുടെ കയ്യിൽ നിൽക്കണം. അതിന് വേണ്ടിയിട്ട് അയാൾ കുറച്ച് വെയിറ്റ് ഇട്ട് നിൽക്കുക. അപ്പോൾ താഴ്ന്നു കൊടുത്തിക്കണം അയാളെ വില പോകും. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടൊന്ന് ചെല്ലും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. അപ്പം നിങ്ങൾ അങ്ങോട്ട് വിളിക്കുകയോ ഒരു മെസ്സേജിൽ ചെല്ലാൻ പറയുക അങ്ങനെയൊക്കെ ഉള്ള വിചാരമാണ് ചില ആളുകളെ ഇതിൽ. 2 കാർഡ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ആളുകളുടേത് അങ്ങനെയാണുള്ളത്. ഇത് 4 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നത് അവർ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരിപ്പോൾ നല്ല സന്തോഷവും സാമ്പത്തികമായിട്ടൊക്കെയുള്ളൊരു ഫാമിലിയുമായിട്ടൊക്കെ അടിച്ച് പൊളിച്ച് ജീവിക്കുക. അപ്പോൾ അതൊരു മാരീഡായ ആളാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അടിച്ച് പൊളിച്ച് ജീവിക്കുക. അപ്പോൾ അവർ എന്തൊക്കെയോ കാര്യം സാധിക്കാനുള്ളത് കൊണ്ട് അവിടെ നിന്നിങ്ങനെ തങ്ങി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ സാധിക്കാനുണ്ട്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ അയാളെ ഉള്ളിലുണ്ട്. അതാണിപ്പം കാണുന്നത്. അപ്പോൾ കാരണം ആ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വൈഫായിരിക്കും. അവരെ വിട്ട് കളയുന്നില്ല. അവരെ എങ്ങോട്ടും പോകാനും സമ്മതിക്കുന്നില്ല. അപ്പോൾ അവരെ വിട്ട് പോരാനും കഴിയില്ല. എന്തേ സാമ്പത്തിക പ്രശ്നം ആണെന്നാണ് കാണുന്നത്. അപ്പോൾ അതുള്ളതുകൊണ്ട് അപ്പോൾ അവരെ വിട്ട് കളയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. കുറേ അധികം പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. കുറച്ച് ആളുകളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. അടുത്ത വീഡിയോയുമായി വരുന്നവരെ കാത്തിരിക്കുക. താങ്ക് യു.